അർജന്റീനിയൻ എപ്പിസ്കോപ്പേറ്റിലെ ഏറ്റവും പ്രായം കൂടിയ അംഗവും ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ കർദിനാളുമായ എസ്താനിലാവോ എസ്തബാൻ കാർലിക് ഇക്കഴിഞ്ഞ ദിനം അദ്ദേഹത്തിൻ്റെ 98ാം ജന്മദിനം ആഘോഷിച്ചിരുന്നു. ഈ അവസരത്തിൽ കർദിനാൾ മാസങ്ങൾക്ക് മുൻപ് പൗരോഹിത്യത്തിൻ്റെ 69ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. രാവിലെ തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് കർദിനാൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. അത് തൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രായത്തിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഇതിന് മുടക്കം വരുത്തിയിരുന്നില്ല. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ അദ്ദേഹം മുടക്കം വരുത്താതെ ഭക്തിപൂർവ്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവ്യബലിയും യുവവൈദികർക്ക് ഒരു പാഠമാണ്. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഭീഷണി മുഴക്കിയ മുസ്ലിം തോക്കുധാരികൾ 14-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തി. സുനിൽ മാസിഹ് എന്ന ക്രിസ്ത്യൻ ബാലനാണ് അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സുനിൽ മാസിഹും ക്രൈസ്തവരായ കുറച്ചു പേരും പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറൻവാല ജില്ലയിലെ മണ്ഡിയാല വാരജ് പ്രദേശത്തെ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകളായ 6 പേർ ബൈക്കിലെത്തി വെടിയുതിർക്കുകയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട കുട്ടിയുടെ ബന്ധുവായ മെഹബൂബ് ഗിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ കർഷകരായ ക്രൈസ്തവർക്ക് നേരെ അവരുടെ വിളകൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുകയാണ്. ഇത്തരത്തിൽ കൃഷിമേഖലയിലെ ആക്രമണങ്ങളെ നേരിടുന്ന ക്രൈസ്തവരെ സഹായിക്കുകയാണ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന സംഘടന. ഞങ്ങൾ കഴിഞ്ഞ വർഷം നല്ല വിളകൾ നട്ടുവളർത്തിയിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്കെതിരെ ആക്രമണം നടന്നു. എല്ലാ വിളകളും മൃഗങ്ങൾക്ക് തിന്നാൻ പാകത്തിന് അവർ ഞങ്ങളുടെ വേലികൾ നശിപ്പിച്ചു. ഞാൻ കഠിനാധ്വാനം ചെയ്തു വളർത്തിയ വിളകളെല്ലാം മൃഗങ്ങൾ തിന്നുകളഞ്ഞതായി ഒരു കർഷകൻ വെളിപ്പെടുത്തി. ഇതൊരാളുടെ മാത്രം അനുഭവമല്ല. നാളുകളായി ഛത്തീസ്ഗഡിലെ ക്രൈസ്തവരായ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയാണ്. ഇതിന്റെ ഫലമായി പല കർഷക കുടുംബങ്ങളും പട്ടിണിയിലായി. പുതിയ കൃഷി ഇറക്കാൻ ആവശ്യമായ വിത്തുകളോ വളമോ അതിന് മുടക്കാൻ പണമോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന അനേകം കർഷകർക്കാണ് ICC താങ്ങായി മാറിയത്. 50 കർഷകർക്ക് സംഘടന അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമുള്ള വിത്തും വളവും വാങ്ങിക്കാൻ സഹായിക്കുകയും അതിന്റെ ഫലമായി അവർക്ക് വീണ്ടും തങ്ങളുടെ വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. ഫെബ്രുവരി 14-ന് റോമിലെ അവന്റൈൻ കുന്നിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്കും പരമ്പരാഗത വിഭൂതി തിരുനാൾ ഘോഷയാത്രയ്ക്കും ഫ്രാൻസിസ് പാപ്പ നേതൃത്വം നൽകുമെന്നറിയിച്ച് വത്തിക്കാൻ. അവന്റൈനിലെ സെന്റ് ആൻസലം ദേവാലയത്തിൽ വൈകുന്നേരം 4:30-ന് പാപ്പ നോമ്പുകാലം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തും. തുടർന്ന് ഫ്രാൻസിസ് പാപ്പ സാന്താ നബീന ബസിലിക്കയിലേക്കുള്ള അനുതാപ ഘോഷയാത്രയിൽ പങ്കെടുക്കും. അവിടെ വൈകുന്നേരം 5 മണിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശ്വാസികളുടെ മേൽ ചാരം പൂശി അവരെ ആശീർവദിക്കുകയും ചെയ്യും. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഭാരത ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയായ CCBIയുടെ ബംഗളൂരുവിലെ ജനറൽ സെക്രട്ടേറിയറ്റ് സന്ദർശിച്ചു. കഴിഞ്ഞ ദിനം CCBI ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സന്ദർശന വേളയിൽ CCBI കമ്മീഷൻ ഫോർ യൂത്ത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ചേതൻ മച്ചാഡോ പൊന്നാട അണിയിച്ചു. CCBI ജനറൽ സെക്രട്ടേറിയറ്റിലെ റെസിഡന്റ് സെക്രട്ടറിമാരുമായി മാർ റാഫേൽ തട്ടിൽ ചർച്ച നടത്തി. ഇന്ത്യയിലെ ലത്തീൻ സഭയ്ക്കായി CCBI ജനറൽ സെക്രട്ടേറിയറ്റ് നടത്തുന്ന വിലപ്പെട്ട പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.